ചാച്ച അപ്പുറത്തെ ആന്റി വരുന്നുണ്ട് കേട്ടോ. അല്ല എന്തൊക്കെയോ കയ്യിലുണ്ട് കേട്ടോ. നമ്മളെ ആന്റി ഇങ്ങോട്ട് വരുവാണോ? എന്താ വിശേഷം? അല്ല കയ്യിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ, ഒന്ന് കാണിച്ചേ. ആഹാ ആഹാ നല്ല പച്ച മുരിങ്ങക്ക കേട്ടോ. ഇത് ചക്കക്കുരു ഉണ്ടോ? ഓ മാങ്ങയും ചക്കക്കുരു മാങ്ങ വെക്കാനായിരിക്കും അല്ലേ? ചക്കക്കുരു കണ്ടില്ലേ? ഇതേ പണ്ട് ഞാൻ കയ്യിലെന്താ ഇരിക്കുന്ന വേറൊരു സാധനം? ഇതാണ് ഞരമ്പൻ. ആഹാ കൊള്ളാലോ. ഞരമ്പൻ കണ്ടില്ലേ? ഇതൊക്കെ കിട്ടിയതാ. ഇത് പണ്ടേ പൈസ കൊടുത്ത് മേടിച്ചാണോ? പൈസ കൊടുത്ത് ഞാൻ അവര് തന്നോ? പിന്നെ തരാതെ അവരെ കൃഷിയായിരിക്കും അല്ലേ? ചക്കക്കുരു കൃഷി. ഇതേ ഈ ചക്കക്കുരു മാങ്ങ തിന്നാ നല്ല ടേസ്റ്റാ. പിന്നെ ഈ ടേസ്റ്റുള്ള സാധനം പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കെന്നും പൊതിച്ചോറിന് കറി എന്താണെന്നറിയോ? ചക്കക്കുരു തോരൻ, ഈ നല്ല ഈർക്കിലി വണ്ണത്തി അരിഞ്ഞ് തേങ്ങ ഇഞ്ചിയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് തോരൻ, ചമ്മന്തി. അപ്പൊ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോഴേ എൻ്റെ ഒരു കൂട്ടുകാരത്തി പെണ്ണി വെക്കേ, നിനക്ക് എന്നും ഈ ചക്കക്കുരു ആണോ കറിയുന്നു? ഞങ്ങളുടെ വീട്ടിൽ ചക്കക്കുരു ഒന്നും കറി വെക്കൂല, ഞങ്ങളത് അപ്പം തന്നെ പശുവിന് കൊണ്ട് കൊടുക്കുന്നു. ഞങ്ങൾ ചക്കയൊന്നും അങ്ങനെ തിന്നാറില്ല, അതൊക്കെ എന്തിനു കൊള്ളാം എന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് പെട്ടെന്നൊരു പണക്കാരായവരാ. അന്നേരം അവർക്ക് ചക്കക്കുരുവും ചക്കയൊക്കെ പശുവിന്റെ തീറ്റയായി. അതിന് മുന്നേ അവർ ഈ ചക്കക്കുരു തന്നെയാ തിന്നെ. ചക്കക്കുരു പുഴുങ്ങി തിന്നുമായിരുന്നു, മുളകൊക്കെ കൂട്ടി ചുട്ട് തിന്നുമായിരുന്നു. അങ്ങനത്തെ ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയുണ്ട്? എനിക്ക് അന്നും ഇന്നും ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. ചക്കക്കുരു മാങ്ങ മുരിങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ എന്നാന്നറിയോ? ഇതിപ്പോ കൊറേയില്ലേ, കുറച്ച് ഇങ്ങോട്ട് തന്നേക്ക് കേട്ടോ. അവിടെ നിക്ക് കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ? എന്റെ രാജ എന്തിനാ ഈ ആന്റീനെ ഇവിടെ കേട്ടുന്നത്? ഇനി ഈ വഴി വന്നാൽ കേട്ടരുത് കേട്ടോ. പോകുന്ന പോക്ക് കണ്ടോ, ഒരു അക്ഷരം മിണ്ടുന്നില്ല. കൊള്ളാം.